എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വെച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമൻസ് ഇടാറുണ്ട്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. അണയിക്കണം. അപ്പോൾ ഞാൻ കോളേജിൽ ക്രിസ്മസ് പരിപാടിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഡ്രസ്സാണ്. എൻ്റെ അമ്മേൻ്റെ പഴയ സാരി കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചൊരു ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും മാറ്റം തുടങ്ങട്ടെ. ഓക്കെ, അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സ്ഥിരം ഉള്ള കഥകളിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ മാറും, ഒരേ മേക്കപ്പ്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെ, എന്നാലും എൻ്റെതായ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൺസീലറാണ്. എത്ര ശ്രമിച്ചിട്ട് കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് പോകുന്നില്ല. അത് പോക്കാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. പോരാത്തിന് റെഡ് ഡ്രസ്സും, ഞാൻ അങ്ങനെ റെഡും വൈറ്റും ഒന്നും യൂസ് ആക്കാത്ത ആളാണ്. ഞാൻ അതിന് വിചാരിച്ചു വൈറ്റ് ഇടാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് വൈറ്റുള്ളത് സ്കേർട്ടും ടോപ്പുമാണ്. അപ്പോൾ ഞാൻ വൈറ്റ് സ്കേർട്ടും ടോപ്പും ഇടാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ മാറ്റി, വേണ്ട റെഡ് ഇടാമെന്ന് വിചാരിച്ചു. ഇനി ഒരു സാരി കണ്ടപ്പോൾ അതുകൊണ്ടൊരു ഡ്രസ്സ് അടുപ്പിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എന്താണ് ഫൗണ്ടേഷൻ. എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വെച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമൻസ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ പേരുടെ കമൻറ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന 2 ലിപ്സ്റ്റിക്കാണ്. ആ രണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി എൻ്റെ ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എനിക്ക് ക്ലിയർലി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഷെയ്ഡല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓരോന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഷെയ്ഡാണ്. അപ്പോൾ അത് ഓരോ സമയത്ത് ഓരോ രീതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലിപ് ലൈനറും 3 ലിപ്സ്റ്റിക്കൊക്കെ ആഡ് ആക്കിയിട്ടാണ് ഇടാറ്. കാരണം എനിക്ക് അങ്ങനെ ഒട്ടുമിക്ക ഷെയ്ഡും എനിക്ക് മാച്ചുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതൊക്കെയാണ് ലിപ്സ്റ്റിക് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഓൾറെഡി എൻ്റെതായ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് മാൾസിൻ്റെ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഡാസ്ലറിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഇതും മാൾസിൻ്റെ തന്നെ മസ്കാരയാണ്. പിന്നെ ഞാനിതിൽ 2 ചെയിനാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ എനിക്ക് 2 ഇട്ടപ്പോൾ പേഴ്സണലി ഇഷ്ടമായി. 2 മാക്സിമമായിട്ട് ഫീൽ ചെയ്തു. ഒന്ന് എൻ്റെ പേര് എഴുതിയിട്ടുള്ള ഒന്നാണ്. ഇത് എനിക്കൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ പേര് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. ഓക്കെ, കൊള്ളാമോ? എല്ലാം തട്ടി കൂട്ടുപരിപാടിയാണ്. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനങ്ങനെ ചെയിനായാലും ഒന്നും യൂസ് ആക്കാറില്ല. ഞാൻ ആകെ മെയിനായിട്ട് ഞാൻ എൻ്റെ ജുംക്കാസാണ് യൂസ് ആക്കാറ്. അതിപ്പോൾ
ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിന് സ്റ്റഡ്, ബ്ലാക്ക് സ്റ്റഡാണ് ഞാൻ എപ്പോഴും യൂസ് ആക്കാറ്. പിന്നെ വീഡിയോസിന് വേണ്ടിയിട്ട് ജിംകാസ് യൂസ് ആക്കും. അതും കയ്യിലുള്ള എനിക്ക് ഏതായ കളക്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ജ്വല്ലറീസിൻ്റെ കളക്ഷൻസ് എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ളത് വെച്ചാണ് എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് അതിനേക്കാളും കൂടുതൽ താല്പര്യം എന്താ പറയുക, ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ചിലവഴിക്കൽ ഫുഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യത്തിലധികം കയ്യിലെന്തുണ്ടോ അപ്പോൾ യൂസ് ആക്കും. വല്ലപ്പോഴൊക്കെ പലതും വാങ്ങിക്കും. പിന്നെ മേക്കപ്പിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ കോളേജിലൊന്നും പോകുമ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. ലിപ്സ്റ്റിക്ക് യൂസ് ആക്കും, അല്ലാണ്ട് വേറെ ഒന്നും എക്സ്ട്രാ യൂസ് ആക്കാറില്ല. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസിലാണ് കാര്യമായിട്ട് മേക്കപ്പ് ഇടാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെന്നല്ലാണ്ട് വേറെ ഒന്നും കാര്യമായിട്ടൊന്നും കയ്യിലില്ല. അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാം തട്ടിക്കൂട്ട് വരിക. എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ അതെന്ന് വെച്ചിട്ട് നടക്കാറില്ല. കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പറഞ്ഞു എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഹെയറിൻ്റെത്. ഹെയറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തെടുത്ത് പറഞ്ഞു, ഞാൻ അതിൻ്റെ വേസ്റ്റ് തുണി കളയരുത്, അതെനിക്ക് തിരിച്ച് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ എൻ്റെ കൂടെ വേണം, എൻ്റെ കൂടെ വേണം. എനിക്ക് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വോയിസ് അയച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടൊക്കെ വിളിച്ചപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ബോയ് ഉണ്ടായിട്ട് തട്ടിക്കൂട്ട് പോകുന്നതാണ്, തട്ടിക്കൂട്ട് പോകും. അതായത് ഞാൻ എന്താണ്, എനിക്ക് അതായത് നാളെ പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ തലേന്ന് നൈറ്റാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. തലേന്ന് നൈറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതാണ് അവസാനം. അപ്പോൾ ഞാൻ നല്ല സാധനം വെച്ചിട്ടുണ്ടാക്കിയതാണ്. കുറച്ച് വലിപ്പം കൂടിപ്പോയി, ബട്ട് ഓക്കെ, എനിക്കിതൊക്കെയാണ്. കാര്യമായിട്ട് മുടി കെട്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് ബാക്കിലോട്ട് എടുത്തിട്ട് ഓക്കെ കൊള്ളാവോ? എനിക്കെന്തായാലും ഇഷ്ടമായി, പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഞാനെന്തോ പുറത്തായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് അല്പം വളരെ രസമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമായാലോ. ഓക്കെ, വേണ്ട, നൈസായിട്ടില്ലേ? എന്തൊക്കെയോ ക്യൂട്ട്നെസ് ഒക്കെ വാരിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയാകുന്നില്ല. എൻ്റെ ഫേസിന് ക്യൂട്ട് ചേരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കറിയില്ല, എൻ്റെ ഫേസിന് ക്യൂട്ട് മാച്ചല്ല. നമ്മൾ ഭയങ്കര സീരിയസ് കഥാപാത്രമായി കഴിഞ്ഞാൽ അതും മാച്ചല്ല. ഓക്കെ, ചിലപ്പോൾ എൻ്റെതായിട്ടുള്ള തോന്നലായിരിക്കാം. അപ്പോൾ താങ്ക് യു, ഞാൻ പോട്ടെ.